ചൂട് കഠിനമായതോടെ മാളങ്ങളിൽ നിന്നിറക്കുന്ന പാമ്പുകൾ ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ പാമ്പുകളെ പിടികൂടി കാട്ടിലേക്ക് അയക്കുകയാണ് വനംവകുപ്പിന്റെ സർപ്പ ആപ്പിലൂടെ വോളണ്ടിയർമാർ. കടുത്ത ചൂട് താങ്ങാനാവാതെ പാമ്പുകൾ മാളം വിട്ടിറങ്ങുകയാണ്. പാമ്പുകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതോടെ വനം വകുപ്പിന്റെ സർപ്പ വോളണ്ടിയർമാരും രാപ്പകലെന്നില്ലാതെ തിരക്കിലാണ്. മുതൽ ഇതുവരെ സർപ്പ ആപ്പിന്റെ സഹായത്തോടെ 7300ഓളം പാമ്പുകളെയാണ് സംസ്ഥാനത്തുടനീളം പിടികൂടിയത്. വനം വകുപ്പിന്റെ ബയോഡൈവേഴ്സിറ്റി സെൽ ഡെപ്യൂട്ടി കൺസർവേറ്റർ മുഹമ്മദ് അൻവർ വൈയുടെ നേതൃത്വത്തിലാണ് ഏകോപനം. കോഴിക്കോട് ജില്ലയിൽ ഈ ദൗത്യത്തിൽ സജീവമായ മുഖമാണ് അനുശ്രീ ബാബു. 2024 മാർച്ചിൽ നെച്ചുളിപ്പൊയിലിൽ നിന്ന് ഒരു മൂർഖനെ പിടികൂടിയാണ് അനുശ്രീ ദൗത്യം ആരംഭിച്ചത്. ആദ്യമായിട്ട് ഞാൻ റെസ്ക്യൂ ചെയ്യുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ എൻ്റെ നാട്ടിൽ തന്നെ നെച്ചുളിപ്പൊയിൽ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വീട്ടിൽ ഒരു മൂർഖനാണ് ആദ്യമായിട്ട് ഞാൻ റെസ്ക്യൂ ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ തനിച്ച് റെസ്ക്യൂവിന് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 24 മണിക്കൂറും രാത്രി പകലെന്നില്ല, മഴ വെയിലെന്നില്ല, ഏത് സമയത്തും നമ്മൾ പോകാൻ പറ്റുന്ന കണ്ടീഷൻ, അതായത് സ്ഥലത്തില്ലാത്തപ്പോൾ മാത്രമേ ഞാൻ പോവാതിരിക്കാറുള്ളൂ. ഇനി പനിയാണെങ്കിലും അസുഖമാണെങ്കിലും മരുന്ന് കുടിച്ച് ഇറങ്ങാറുണ്ട്. 2 വർഷത്തിനുള്ളിൽ 351 വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ 1005 പാമ്പുകളെയാണ് അനുശ്രീ പിടികൂടിയത്. ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ റെസ്ക്യൂ ഓപ്പറേഷനും. ശാസ്ത്രീയമായി പാമ്പുകളെ പിടികൂടുന്ന രീതികളും കൃത്യമായ റിപ്പോർട്ടിംഗും വഴി പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കാനും വനം വകുപ്പിന് സാധിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.